എല്ലാവർക്കും ലീഫിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുറകെ കാണുന്ന ഈ സ്ഥലമില്ലേ, ഈ സ്ഥലത്ത് നമ്മൾ നേരത്തെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴും ഈ സൈഡിൽ വാഴയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇലയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് വാഴ. ഏകദേശം ഒരു 100-150 വാഴ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വീണ്ടും ഞാൻ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി പോകും. കേട്ടോ. കുറേ നാളായിട്ടൊന്നും ചെയ്യാണ്ടിട്ടേക്കുമായിരുന്നു, കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ വീണ്ടും നമ്മുടെ സൈറ്റ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് ആ ഒരു മടിയൊക്കെ അങ്ങ് മാറും. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു പറമ്പിൽ കൂടി കൃഷി ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു. കണ്ടല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പറമ്പിലൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ ഇവിടുത്തെ പരിപാടിയും കൂടി ഒന്ന് തുടങ്ങിയേക്കാം. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത്, നമുക്കിവിടെ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഇത് നമ്മുടെ കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പമ്പ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ കറണ്ട് ചാർജൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളിത് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പറമ്പ് തന്നെ, അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കൂടുതലായിട്ടും പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലത്തേക്ക് നമുക്ക് കൂടുതലും ഉപയോഗിക്കുന്ന രീതിയിലുള്ള പച്ചക്കറികൾ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഏരിയ, അതായത് ഈ മരത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഏരിയ എനിക്കൊരു പ്രൊപ്പഗേഷൻ ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ ഓൾ ഇന്ത്യ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാൻസിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തിയായിരുന്നു. പക്ഷെ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നമ്മൾ ഒതുക്കമുള്ള സ്ഥലത്ത് കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ അങ്ങനെ വെച്ച് പിടിപ്പിച്ച ചെടി കേട്ടോ. അത് നന്നായിട്ട് വളർന്നു വലുതായിപ്പോയി. പക്ഷേ ഇനിയിപ്പോൾ അതൊക്കെ കട്ട് ചെയ്യണം. ഞാനിപ്പോൾ രണ്ടാമത് തുടങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പ്ലാൻസൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പ്ലാൻസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വെറുതെ ചുമ്മാക്കെ വെച്ചിരിക്കുക. അപ്പോൾ ഒരു അടുക്കും ചിട്ടയായിട്ടൊക്കെ കൂടി വെച്ച് പിടിപ്പിക്കണമെന്നുണ്ട്. അപ്പോൾ അതിനൊരു ഇത്ര ഏരിയ നമ്മൾ അങ്ങോട്ട് വിടും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏരിയ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവിടെ പിന്നെ ഇച്ചിരി തണലുള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് തണൽ കിട്ടിയാൽ കുഴപ്പമില്ലാത്ത നമ്മുടെ കാന്താരി പോലുള്ള പച്ചക്കറികളൊക്കെ ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് കുറേ ബക്കറ്റുണ്ട്. ഈ കാണുന്ന ബക്കറ്റില്ലേ, ഇതുപോലെ കുറേ ബക്കറ്റ് ഇരിപ്പുണ്ട്. 10-100ഓളം ബക്കറ്റുകൾ. ഇതിൽ കുറേ എണ്ണത്തിൽ നമുക്ക് ഇവിടെ കുറ്റിക്കുരുമുളകൊക്കെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു 100 ബക്കറ്റോളം നമ്മൾ വാങ്ങിയായിരുന്നു. അപ്പോൾ അതിൽ യൂസ് ചെയ്യാത്ത ബക്കറ്റുകൾ ഒക്കെ എടുത്തിട്ട് ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ കുറേ അധികം ബക്കറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ബക്കറ്റുകളൊക്കെ എടുത്തിട്ട് അതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യണം. നമുക്ക് ഏതെങ്കിലും ഒരു ബോർഡറായിട്ട് വരുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും അതും കൂടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുക്കണം. എന്ന് വെച്ചാൽ നോർമൽ ഒരു പച്ചക്കറി തോട്ടം പോലെയല്ല, ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കണം. പിന്നെ നമ്മളൊരു ഗാർഡനർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു പില്ലറൊക്കെ കൊടുത്ത് ട്രെല്ലിസ് പോലെയൊക്കെ ചെയ്ത് എന്തെങ്കിലും വളരുന്ന ചെടികളൊക്കെ വളർത്താൻ പറ്റുവാണെങ്കിൽ അതും നമ്മൾ ചെയ്യും. കാരണം അതിൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വളർത്തി വിൽക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വേണ്ടി കേട്ടോ. അതുപോലെ തന്നെ സൈറ്റിൽ വർക്ക് നടക്കുന്ന സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ. ഈ ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് തക്കാളി നട്ടിട്ടുണ്ട്. ശരിക്കും ഇതൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു സൈറ്റിൽ നിന്ന് ഓർഡർ വന്നിട്ട് നമ്മൾ ഇതൊക്കെ ഗ്രോ ബാഗൊക്കെ നിറച്ച് വെച്ചതാണ്. നിറച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർക്കെന്തോ അസുഖമായി ആയതുകൊണ്ട് പറ്റിയില്ല ചെയ്യാനായിട്ട്. പിന്നെ ഞാനത് ഇവിടെ തന്നെ യൂസ് ചെയ്തു, നമ്മൾ തന്നെ എടുത്തു. കുറേ അധികം ചെടികൾ ഇടാൻ കേട്ടോ. നമ്മുടെ വീട് കണ്ടില്ലേ, നമ്മളെ വീട് വെക്കുന്ന സമയത്ത് അവിടെ നിന്ന് എല്ലാ സാധനമൊക്കെ ഇങ്ങോട്ട് മാറ്റിയായിരുന്നു. അതിപ്പോഴും കുറേയൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ടിരിപ്പുണ്ട്. ഇതെല്ലാം അറേഞ്ച് ചെയ്യണം, ഇഷ്ടംപോലെ പണിയുണ്ട്. നമുക്ക് ഓരോന്നറിയാനായിട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ലോങ് വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഓരോ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസത്തെ വർക്ക് ഒരു വീഡിയോ ആക്കിയിട്ട് അങ്ങനെ കാണിച്ച് പോവാം. ഓക്കെ, ഇവിടുന്ന് ആ തെങ്ങിൻ്റെ അങ്ങോട്ട് ഞാനൊരു ലൈൻ വരയ്ക്കാൻ വേണ്ടി പോകട്ടോ. ആ ഒരു ലൈനെ നോക്കിയിട്ടായിരിക്കും, അല്ല അതുമായിട്ട് അലൈൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബാക്കി എല്ലാ സംഭവം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ മണ്ണായതുകൊണ്ട് കറക്റ്റായിട്ട് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. എന്തായാലും വരച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട് ഇവിടെ. പറമ്പിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇച്ചിരി പാട്.
എന്നാലും സെറ്റാക്കാം. ഇത് നമുക്കൊരു ടാസ്ക്കായിട്ട് അങ്ങ് ഏറ്റെടുക്കാം. അവിടെ കുറേ ഓലയൊക്കെ കിടപ്പുണ്ട്, ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടും. അയ്യോ, അതുപോലെ തന്നെ നമ്മളിവിടെ കുറേ ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മൾ പ്രൊപ്പഗേഷനൊക്കെ ചെയ്തിട്ട് ചെടി വിൽക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ചട്ടിക്കത്തൊക്കെ ആയിരിക്കും ചെടി ഇരിക്കുന്നത്. വിൽക്കുന്ന സമയത്ത് നമ്മൾ പോട്ടോടെ അല്ല കൊടുക്കുന്നത്, നമ്മൾ കൊറിയർ ചെയ്തല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റുന്ന ചെടിച്ചട്ടിയൊക്കെയാണ് കേട്ടോ. ഇത് ഒരുപാട് ചെടിച്ചട്ടിയുടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ വീണ്ടും ചെടികൾ നട്ടുപിടിപ്പിക്കണം. ഒരു നല്ലൊരു പ്രൊപ്പഗേഷൻ ഏരിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന ചെറുതൊന്നുമല്ല, നമുക്കൊരു 1000കണക്കിന് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന് നമുക്ക് സെയിൽ ചെയ്യാം, കൊറിയറായിട്ട് അയച്ചും കൊടുക്കാം. പിന്നെ നമ്മുടെ തന്നെ സൈറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, ഇവിടെ ഞാൻ നമ്മുടെ ജയൻറ്റ് ആരോയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ സാധനത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കാണുന്ന സാധനമാണ്. ഇത് ഇച്ചിരി വെറൈറ്റി ആട്ടോ. ഈ വൈറ്റ് വെരിഗേറ്റഡ് ഡിസൈൻ വരുന്ന ടൈപ്പ്. അപ്പോൾ ഈ നോർമൽ ഗ്രീനൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കാണുന്ന സാധനമാണ്. എന്നാലും നല്ല റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ, അവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡുണ്ട്, ആ സൈഡുണ്ട്. അവിടെ ബുഷ് ഫിക്സോർ അതാ കണ്ടില്ലേ, ചെത്തി വെച്ചേക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പ്ലാന്റ്സ് അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഇരുട്ട് കയറി കിടക്കുന്ന സ്ഥലമില്ല, അതിൻ്റെ അകത്ത് അഗ്ലോണിമയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനിയും കുറേ നമുക്ക് വെച്ച് പിടിപ്പിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പച്ചക്കറി കൃഷി നടക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ. നമുക്ക് ഈ ബക്കറ്റൊക്കെ എടുക്കണം, ഹോളില്ലാത്തതിന് ഹോൾ ഇടണം, പോട്ടി മിക്സർ ഉണ്ടാക്കണം, തൈകൾ വാങ്ങണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ വിത്തുണ്ട്, നമ്മൾ തന്നെ മുളപ്പിച്ചെടുക്കണം. സമയം കുറവാണെങ്കിൽ തൈകൾ നമ്മൾ വാങ്ങിയിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മുടെ ഇന്ന് തന്നെ വിത്ത് വാങ്ങിയിട്ട് പച്ചക്കറി തൈകളുണ്ടാക്കി വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അവരുടെ അടുത്ത് നിന്ന് തന്നെ പറ്റുമെങ്കിൽ മേടിക്കാം. ചെറിയൊരു കിളിയാണ്, എന്താ സൗണ്ടൊന്നും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയാണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ കുറേ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ചെത്തിയുടെ തൈ പിടിപ്പിച്ച് വെച്ചേക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തോട്ടൊരു അമ്പലമുണ്ട്, അവിടെ അവർക്ക് വെക്കാൻ വേണ്ടി കുറച്ച് പറഞ്ഞിട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അത് ചെത്തിയതാ, ഇതാണ് സാധനം. ഈ കാണുന്ന എത്തിയുടെ തൈകളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുപോലെ ഇങ്ങോട്ട് കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, ഇവിടെ കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേഷൻ ചെയ്ത അത്യാവശ്യം ഗ്രോത്തുള്ള പ്ലാന്റ്സ് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ഏരിയയാണ് ഇത് കേട്ടോ. പക്ഷെ ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് വലിയ വണ്ടികളൊക്കെ വരും, ലോഡൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പോൾ അതിനുള്ള സൗകര്യം കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടുന്നൊക്കെ എല്ലാം മാറ്റിയതാണ്. അതുപോലെ തന്നെ പെരാസ്തോലി നടക്കുന്ന സമയത്തൊക്കെ നമുക്കിവിടെ പന്തലൊക്കെ ഇടാൻ വേണ്ടി എല്ലാം ഒതുക്കിയൊക്കെ റെഡിയാക്കി കേട്ടോ. പിന്നെ നമുക്കെല്ലാം സെറ്റാക്കണം. പണി ഒരുപാടുണ്ട്, കുറച്ചൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ചേക്കുന്ന. അതുപോലെ ഇവിടെ ഇതൊരു തെങ്ങിൻ്റെ കുറ്റി കേട്ടോ. തെങ്ങിൻ്റെ കുറ്റിയുടെ പുറത്തേക്ക് ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വേരുപിടിപ്പിച്ച് വെച്ചേക്കാം. ഇത് കണ്ടില്ലേ, ടെംപ്റ്റേഷനൊക്കെ ഇപ്പോഴേ നടാൻ റെഡി ആയിട്ടിരിക്കുന്ന സാധനം. എപ്പോൾ വേണേലും എടുത്ത് നടാം. ഒക്കെ വേരുപിടിപ്പിച്ച് വെച്ചേക്കാം. ഇത് നമ്മുടെ ഒരു ബേഡ്സ് നെസ്റ്റാണ്. ഇതിനെ നേരത്തെ ഇവിടെ ഇരുന്നിട്ട് ഒച്ചെല്ലാം കൂടി തിന്ന് നശിപ്പിച്ചതായിരുന്നു. അവസാനം നമ്മൾ രക്ഷിച്ച് ഇവിടെ കൊണ്ട് വെച്ചേക്കാം. പക്ഷെ ഇതിപ്പം ഇല വീണ് മൊത്തം. ചെറിയ സാധനം കേട്ടോ, നല്ല വലിപ്പമുണ്ട് കണ്ടല്ലേ. ഇതിൻ്റെ ഒരു ഇലയെന്ന് പറയുന്നത് ഇതാ, ഞാൻ കൈ വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് കാണിക്കാം. എൻ്റെ മുട്ടൊക്കെ കഴിഞ്ഞത് അവിടം വരെ ഉണ്ട് കൈ. ഇല ഒരില അത്രയ്ക്ക് നീളമുണ്ട് സാധനത്തിന്, മനസ്സിലായി. ലക്കി ബാമ്പു കുറേ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറേ കട്ടിങ്സൊക്കെ എടുത്ത് നമ്മൾ ആ നീല കുപ്പിക്കത്തിട്ട് കുറേ ബാക്കിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഡ്രസ്സീന വെറൈറ്റി കുറേ തൈകളുണ്ട്. ഇതാ ടെംപ്റ്റേഷനുണ്ട് അവിടെ. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്രോട്ടൻ്റെ കുറച്ച് തൈകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടംപുളി, ഇതൊക്കെ മറ്റേ മിനിയേച്ചർ ടൈപ്പാട്ടോ കൊടംപുളിയൊക്കെ. നമ്മുടെ ഈ ബക്കറ്റിലാണ് വെച്ചത്, ഈ ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കായാവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടല്ലേ, നേരത്തെ ഒരു കായ ഉണ്ടായിട്ടുണ്ട്, വലിയതായി നല്ല സൈസുള്ള കായായിരുന്നു. അപ്പോൾ ഇതൊക്കെ കായാവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ വേണ്ട, ചെറിയ കൊടംപുളി റെഡിയായിരുന്നു. അവിടെ ഇത്രേ ഉള്ളൂ. പിന്നെ ഉള്ള നമുക്ക് കുറച്ച് ക്രോട്ടൺ, റെഡ് ആപ്പിൾ ക്രോട്ടൺ വേണ്ട. ഇതൊക്കെ
ഒന്നുകൂടി കട്ട് ചെയ്ത് നമുക്ക് പിടിപ്പിച്ചെടുക്കണം. കാരണം അതിൻ്റെ ആ ഒരു ബുഷായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ പോയി, അതിൻ്റെ കുറച്ച് നാളായതാണ്. അപ്പോൾ ചെടിച്ചട്ടി ചെറുതായതുകൊണ്ട് വളരാതെ നിൽക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടിയൊക്കെ കട്ട് ചെയ്ത് നടണം നമുക്ക്. അപ്പോൾ ഇവിടെയും കുറച്ച് ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട്, കലാത്തിയ, അതുപോലെ തന്നെ വേറെ അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് വീണ്ടും നമ്മുടെ ജയൻറ്റാരോടെ തൈയാണ്. കുറച്ചധികം തൈയുണ്ട്. ഇതിനകത്തൊരു വലുതുണ്ടായിരുന്നു, അതിൻ്റെ ചോട്ടിൽ നിന്ന് വന്നതാണ്. പക്ഷേ വലുത് പോയി, വലുതെന്തോ സംഭവിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ. ഇത് നമ്മുടെ ബിരിയാണി കൈത, രമ്പ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ബിരിയാണി കൈത. അതിൻ്റെ തൈയാട്ടോ. ഇത് ഈ ബിരിയാണിക്കകത്ത് ഇറച്ചിക്കകത്തൊക്കെ ഇടുന്നൊരു സാധനം, ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇത് ചെറിയ തൈ കൊണ്ട് വെച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ ഒരുപാട് വന്ന പോലെ സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പം ഇത് കുറച്ചുകൂടിയൊക്കെ ഒന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് അവനെ സ്പ്ലിറ്റ് ചെയ്ത് കുറേ ആക്കാം. നമ്മൾ വിഷയത്തിൽ നിന്നൊക്കെ ഒരുപാട് പോയി. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പച്ചക്കറി കൃഷി തുടങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പോകുന്ന പ്ലാന്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ പ്രൊപ്പഗേഷൻ ചെയ്യാം, പല ടൈപ്പ് പ്രൊപ്പഗേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പച്ചക്കറി കൃഷി കാണിച്ചു തരാം. എല്ലാ പരിപാടിയും നമുക്ക് ഓരോ 1, 2, 3 ദിവസം കൂടുമ്പോഴുള്ള കാര്യങ്ങൾ വീഡിയോസ് ആയിട്ടിടാം. ഡെയിലി ഇടണമെന്നാണ്, പക്ഷേ സൈറ്റ് വർക്കും കൂടി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഉടനെ കാണാം.